സുജിത്ത്, ഇപ്പോൾ എന്താണ് ഇത്തരത്തിൽ വലിയ ചൂടിൻ്റെ സമയമുണ്ട്, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആൾക്കാർക്ക് വേണമെങ്കിൽ ഉണ്ടാവാം. അതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്? അന്നദാനം ഒക്കെ വളരെ സജീവമായി തന്നെ മോരും വെള്ളവും നാരങ്ങാ വെള്ളവും ഒക്കെ ഒരുപാട് ചെയ്യുന്ന സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഒക്കെ എല്ലാ വർഷവും ഒരുപാട് അവിടെ ഉണ്ട്. അതൊക്കെ തന്നെ ആ സംവിധാനങ്ങളൊക്കെ തന്നെ വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നില്ലേ സുജിത്ത്? ഹഷ്മി, അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറിയ അനന്തപുരിയിൽ ആറ്റുകാലമ്മയ്ക്ക് ഭക്തർ നൽകിയ പൊങ്കാല തുളച്ചു തൂകിയിരിക്കുന്നു. അതിനുശേഷമാണ് ഇവരൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ആരംഭിക്കുന്നത്. ഏതായാലും വലിയ തിരക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഇന്നലെ ഇവരൊക്കെ തന്നെ ഒരിക്കലായിരുന്നു ഭക്ഷണം കഴിച്ചത്. അതിൻ്റെ ആ ഒരു വിശപ്പുണ്ട്. അതുപോലെ ചൂട് വളരെ വലിയ രീതിയിൽ കൂടിയിരിക്കുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വെട്ടിമുറിച്ച കോട്ടയിലുള്ള ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫൈനാൻസിൻ്റെ ഒരു അന്നദാന കൗണ്ടറിൻ്റെ അടുത്താണ്. അവിടെ ഈ എത്തിയ മുഴുവൻ ഭക്തർക്കുമുള്ള ഭക്ഷണം ഇവിടെ വിതരണം ചെയ്യുകയാണ്. അന്നദാനം നടക്കുകയാണ്. വിഭവസമൃദ്ധമായ ഒരു സദ്യ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അവിയൽ, തോരൻ, സാമ്പാർ തുടങ്ങി നിരവധി വിഭവങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള അന്നദാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാരവാഹികളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇവർ വെട്ടിമുറിച്ചക്കോട്ട പൗരസമിതിയുമായി ചേർന്നുകൊണ്ടാണ് ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് ഈ അന്നദാനം ക്രമീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സമീപത്ത് തന്നെ ഒരു സൗജന്യ വൈദ്യ പരിശോധന ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വെട്ടിമുറിച്ചക്കോട്ട പൗരസമിതിയുടെ ഒരു ഭാരവാഹി നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ്, എത്ര വർഷമായിട്ട് ഇത്തരത്തിൽ ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസുമായിട്ട് ചേർന്നുകൊണ്ട് അന്നദാനം നടത്തുന്നുണ്ട്? ഞങ്ങൾ 21 വർഷം കൊണ്ട് നടത്തുകയാണ്. ഞങ്ങളും ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫൈനാൻസ് കമ്പനിയും കൂടി സംയുക്തമായിട്ടാണ് നടത്തുന്നത്. മെഡിക്കൽ ക്യാമ്പുണ്ട്, അന്നദാനം, ശീതളപാനീയ വിതരണം, ആംബുലൻസ് സർവീസ് ഉണ്ട്. ഇതൊക്കെ തന്നെ കഴിഞ്ഞ വർഷങ്ങളായി 2 പതിറ്റാണ്ടായി നടന്നു വരികയാണ്. ഇത് 21ാമത്തെ വർഷമാണ്. 21ാമത്തെ വർഷമാണ്. അതായത് ഹഷ്മി, 2 പതിറ്റാണ്ട് പൂർത്തിയായി 21ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ അന്നദാന വിതരണം മാത്രമല്ല, അന്നദാനത്തോടൊപ്പം തന്നെ ഇവർ ഇവിടെ തൊട്ടടുത്തായി വൈദ്യ പരിശോധന ക്യാമ്പ്, അവർക്ക് ഈ എന്തെങ്കിലും തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ ഇവിടെ എത്തുന്ന ആളുകൾക്കുണ്ടാവുകയാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന പെട്ടെന്ന് തന്നെ അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് അവിടെ ആ ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. ആംബുലൻസ് സൗകര്യം പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. ഇത് വിവിധ ഇടങ്ങളിലൊക്കെ തന്നെ ആളുകൾക്കായുള്ള ക്യാമ്പുകൾ ഇവർ ക്രമീകരിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ വിപുലമായ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ തന്നെയാണ് ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസും വെട്ടിമുറിച്ചക്കോട്ട പൗരസമിതി ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. ഹഷ്മി.